ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ആ മരണക്കളി തിരിച്ചെത്തിയിരിക്കുകയാണ്. 2021 സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 1 പുറത്തിറങ്ങുന്നത്. എല്ലാ കൊറിയൻ സീരീസുകളുടെയും റെക്കോർഡുകൾ തകർത്ത് ആഗോളതലത്തിൽ തന്നെ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത്. സീസൺ 1 കഴിഞ്ഞപ്പോൾ മുതൽ സീസൺ 2 ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനുള്ള കാത്തിരിപ്പായിരുന്നു 3 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ 2024 ലാസ്റ്റ് ഡിസംബറിൽ സീസൺ 2 പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിനോടകം നിങ്ങൾ എല്ലാവരും സീരീസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. സീരീസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണം, കാരണം സ്പോയിലേഴ്സ് ഒരുപാടുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീരീസിൽ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഇതൊരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ല, വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കൊറിയൻ ഡ്രാമാസിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരു ചാനലാണ്. ഒരുപാട് സീരീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഈ ഒരു സീസണിൽ സോങ് കി ഹോന്റെ ഫ്രണ്ട് ആയിട്ട് വന്ന ജോങ് ബേനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ സീസണിൽ സോങ് കി ഹോൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഈ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് അമ്മയുടെ ATM കാർഡ് കട്ടെടുത്തിട്ട് പൈസ എടുക്കാൻ നോക്കുന്നതും പിന്നീട് കുതിര പന്തയത്തിന് പോകുന്നതൊക്കെ ഈ ജോങ് ബേ ആയിട്ടാണ്. എന്നാൽ ആ ഒരു എപ്പിസോഡിന് ശേഷം ഈ ഫ്രണ്ടിനെ അങ്ങനെ കാണിക്കുന്നില്ല. ഈ ഒരു സീസണിലാണ് പിന്നീട് ഈ ഫ്രണ്ടിനെ കാണിക്കുന്നത്. സീസൺ 1 നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 456 പ്ലെയേഴ്സുമായി സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവർ സ്റ്റേ ചെയ്യുന്ന റൂമിലെ ഗെയിമേഴ്സിന്റെയും അതുപോലെ അവരുടെ ബെഡിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കാലിയാകുന്ന റൂമിന്റെ ചുമരിലേക്ക് നോക്കിയ അവർ ഇതുവരെ കളിച്ച എല്ലാ ഗെയിംസും ചിത്രരൂപേണ ചുമരിൽ കാണായിരുന്നു. എന്നാൽ ഇത് ഇവർ ശ്രദ്ധിച്ചിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീസണിലും അത് ആവർത്തിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എപ്പിസോഡ് എത്തുന്ന ടൈമിൽ ചുമരിൽ ചെസ് ബോർഡ് പോലെ എന്തോ ഒരു ചിത്രം കാണാം. അതൊരു പക്ഷേ വരാനിരിക്കുന്ന ഒരു ഗെയിം ആകും. ചെസ്സിലെ കരുക്കൾക്ക് പകരം ഗെയിമേഴ്സിനെ നിർത്തിക്കൊണ്ടുള്ള ഗെയിമോ, അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഗെയിം തന്നെ. അന്നത് ഒരൊറ്റ സ്ട്രെയിറ്റ് പാത്തായിരുന്നു. ഈ സീസണിലെ ഗെയിം മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചിത്രവും കാണാം. ആളുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതും വീഴുന്നതുമായിട്ടുള്ളതാണ്. കമ്പിയിലൂടെ തൂങ്ങി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു ഗെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നീട് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. തോറ്റവര് നേരെ താഴത്തേക്ക് വീണങ്ങ് മരിച്ചോളും. അതായത് സീസൺ 1 വടംവലി മത്സരത്തിലുള്ളതുപോലെ. ഫസ്റ്റ് സീസണിൽ റെഡ് കോട്ടിട്ട ആളുകളുടെ ആ ഒരു റൂമിന്റെ പിക്ചർ കൊടുക്കുമ്പോൾ അത് ഗ്രീനും വൈറ്റും ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ ഈ സീസണിൽ ഇവരുടെ ആ റൂമിന്റെ കളേഴ്സ് മൊത്തം മാറിയിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും. എപ്പിസോഡ് 1 സോങ് കി ഹോൻ ഒരു ഡ്രീം കാണുന്നുണ്ട്. അതായത് ഫ്രണ്ട് മാൻ തന്റെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നതായിരിക്കും ആ ഡ്രീം. പക്ഷേ ഇതുവരെ ഫ്രണ്ട് മാനെ കാണാത്ത സോങ് കി ഹോന് എങ്ങനെയാണ് ഈ ബ്ലാക്ക് കോട്ടും മുഖമൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഈ ഫ്രണ്ട് മാനെ ഡ്രീം ചെയ്യാൻ കഴിയുക? അതൊരു എററാണ്. കാരണം അവസാനം ആ ഒരു സീസണിൽ ജയിക്കുന്ന ടൈമിൽ ഫ്രണ്ട് മാന്റെ സംസാരം മാത്രമാണ് സോങ് കി ഹോൻ കേൾക്കുന്നത്. അപ്പോഴും ആളെ നേരിട്ട് കാണുന്നില്ല. അതൊരു എററാണ്. ഫസ്റ്റ് സീസണിൽ ആ ഒരു ഫസ്റ്റത്തെ ഗെയിം കഴിയുമ്പോൾ തന്നെ സോങ് കി ഹോന്റെ ഫ്രണ്ടായ സാങ്വു ആണ് ഗെയിം നിർത്താൻ വേണ്ടി വോട്ട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു സീസണിൽ വരുമ്പോൾ അതേ ഒരു റോള് ചെയ്യുന്നത് സോങ് കി ഹോൻ ആയിരിക്കും. ആദ്യത്തെ സീസണിൽ ആ ഒരു ഫസ്റ്റ് ഗെയിം കഴിയുമ്പോൾ പേടിച്ചിരിക്കുന്ന സോങ് കി ഹോനെയല്ല ഈ ഒരു സീസണിൽ കാണാൻ കഴിയുന്നത്. ആൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നേരെ നോക്കുന്നത് പിന്നിലേക്കുള്ള ഒരു ക്യാമറയിലേക്കാണ്. ആൾക്കറിയാം തങ്ങളെ എല്ലാവരും ഈ ഗെയിമിന്റെ മെയിൻ ആൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അതേ ഒരു ടൈമിൽ തന്നെ ഈ ഫ്രണ്ട് മാൻ സോങ് കി ഹോനെ വാച്ച് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. സീരീസിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് ഒരു ട്രാൻസിനെ കാണിക്കുന്നുണ്ട്. ഹ്യുൻജു എന്ന് പേരുള്ള ഈ ട്രാൻസ് വുമൺ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഗ്ലോറി എന്ന ഡ്രാമയിലും മറ്റും അഭിനയിച്ചിട്ടുള്ള വില്ലൻ കഥാപാത്രമായിട്ടുള്ള ആളാണെന്ന് എത്ര പേർക്ക് അറിയാം. സീസൺ 1 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. കൊറിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ വർക്കറായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ഡയറക്ടർ ആഗ്രഹിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ സീസൺ 1 കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സീസൺ 2 ഒരു ജെൻഡർ മൈനോറിറ്റി റെപ്രസെന്റ് ചെയ്യണമെന്ന ആൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ട്രാൻസ് വുമണിന്റെ ഒരു കേസിലേക്ക് എത്തുന്നത്. എന്നാൽ കൊറിയയിലെ LGBTQ അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിലേക്ക് ആരും മുന്നിട്ട് ഇറങ്ങാത്തത് കൊണ്ടുമാണ് ഇതുപോലത്തെ ഒരു ആക്ടറിനെ ഇങ്ങനെ ഒരു റോളിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റോളൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ സാധാരണ കോൺട്രവേഴ്സീസ് ഒക്കെ വരും. അതുപോലെ തന്നെ അത് ആളുടെ മുന്നോട്ടുള്ള ജേർണിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു രാജ്യത്തായതുകൊണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് ഈ ഫീമെയിലിന്റെ ഗസ്റ്റേഴ്സ് വരെ പഠിച്ചുകൊണ്ട് ആള് നന്നായിട്ട് തന്നെ ഈ റോള് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു റോള് ഏറ്റെടുത്ത് അഭിനയിക്കാൻ കാണിച്ച ആളുടെ ആ ഒരു ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. സീസൺ 2 ഫസ്റ്റത്തെ ഗെയിമിൽ തന്നെ സോങ് കി ഹോൻ ഒരാളെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വരുന്നത് ഹ്യുൻജു ആണ്. ഈ ഒരു സീനിലൂടെ കാണിച്ചു തരുന്നത് സീസൺ 1 ഇങ്ങനെ ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് സോങ് കി ഹോൻ വീഴാൻ പോകുന്ന ടൈമിൽ അന്ന് അലിയാണ് ഇവനെ രക്ഷിക്കുന്നത്. ജസ്റ്റ് മിസ്സിനാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകുന്നത്. അന്ന് അലി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ത്രൂ ഔട്ട് ഈ സീരീസിൽ അലി ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സീസണിന്റെ ഒരു കേസ് എടുത്താലും ഹ്യുൻജു കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള ഒരാളാണെന്ന് ഈ ഒരൊറ്റ സീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. സീസൺ 1 സുബ്യൂക്ക് എന്ന
എന്ന ക്യാരക്ടറിനെ മറന്നിട്ടുണ്ടാവില്ല അല്ലെ. ലാസ്റ്റ് ഗെയിമിന് തൊട്ടു മുന്നേ താൻ ഏതാണ്ട് മരിക്കാറായി എന്ന ചിന്ത വരുന്ന ടൈമിൽ സെബ്യോക്ക് സൊങ്കിഹുനോട് പറയുന്നുണ്ട്, നമ്മളിൽ ഒരാൾ ജയിക്കുകയാണെങ്കിൽ മറ്റേ ഫാമിലിയെ സേവ് ചെയ്യണമെന്ന്. സൊങ്കിഹുൻ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആവശ്യം ഇവൾ പറയുന്നത്. ആ ഒരു വാക്ക് ഇവൻ പിന്നീട് പാലിക്കുന്നുണ്ട്. ഓർഫനേജിലുള്ള ഇവളുടെ ബ്രദറിനെ അവിടെ നിന്നും മരിച്ചുപോയ സോങ്വുവിന്റെ അമ്മയുടെ അടുത്ത് സേഫ് ആയിട്ട് എത്തിക്കുന്നതും കുറെ പണവും കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു സീസണില് ആ ബ്രദർ അറിയാതെ ഇവന് വാച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സെബ്യോക്കിന്റെ നോർത്ത് കൊറിയയിലെ ട്രാപ്പായ അച്ഛനെയും അമ്മയെയും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടും ഇവൻ കുറെ കാലമായി ഈ ഏജന്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവരിപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതേ ഏജന്റിനെ തന്നെയാണ് സെബ്യോക്ക് ഫസ്റ്റ് സീസണിലും പോയി കാണുന്നത്. എന്നാൽ അന്ന് ആൾ കുറച്ച് റൂഡായിട്ട് വീണ്ടും കുറെ പണം ആവശ്യപ്പെടുന്ന ടൈമിൽ ഇവൾ ദേഷ്യത്തിൽ ആളുടെ മുഖത്തേക്ക് ചായയൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഏജന്റിന്റെ അടുത്ത് നിന്നും ഇവൾ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടും സെയിം ഏജന്റ് തന്നെയാണ്. എന്നാൽ ഡിഫറെന്റ് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതേ ഏജന്റിനെ സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്തിരിക്കുന്ന നൊയൂൾ എന്ന ക്യാരക്ടർ കാണാൻ വരുമ്പോൾ നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചൈനയിൽ അകപ്പെട്ടു പോകുന്ന തന്റെ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഇവൾ ശ്രമിക്കുന്നത്. എന്നാൽ ആ കുട്ടിയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്നും അച്ഛനും അമ്മയൊന്നും ഇല്ലാതൊരു കുട്ടിക്ക് എങ്ങനെയാ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നൊക്കെ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏജന്റിനെയാണ് ഈ ഒരു സീസണിൽ കാണാൻ കഴിയുക. ഗെയിമിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഏജന്റിനെ കണ്ടുപിടിക്കാൻ 2 വർഷമായി സൊങ്കിഹുൻ തിരച്ചിലാണ്. അതിനാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗുണ്ട വരുന്നുണ്ട്. ഇയാൾക്ക് സൊങ്കിഹുൻ അത്യാവശ്യം പൈസയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ആളുടെ അസിസ്റ്റന്റ് മറ്റു ഗുണ്ടകളും സൊങ്കിഹുൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതെ വരുമ്പോൾ ബോസ് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആ ആളെ കണ്ടുപിടിച്ചാൽ വലിയ തുകയാണ് ഓഫർ ചെയ്തിട്ടുള്ളതെന്നും ആള് ജെന്യുവിൻ ആണ്. എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവരിൽ ചുരുക്കം പേരാണ് തിരിച്ചു തന്നിട്ടുള്ളത്, അതിൽ ഒരാൾ സൊങ്കിഹുൻ ആണ് എന്ന്. അതായത് സീസൺ 1 എപ്പിസോഡിൽ തന്നെ സൊങ്കിഹുൻ കുതിരപ്പന്തയത്തിന് പോകുന്ന ടൈമിൽ ടോയ്ലറ്റിൽ വെച്ച് കുറച്ച് ലോൺ വാങ്ങിയ ആളുകൾ ഇവനെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. സൊങ്കിഹുൻ ലോണായിട്ട് പൈസ എടുത്തിരുന്ന ആ ആൾക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്യൂട്ടിയും കൊടുത്തിട്ടുള്ളത്. ഗെയിമിന് ശേഷം ഈ ലോണുകാരന്റെ പൈസയൊക്കെ സൊങ്കിഹുൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആദ്യ സീസണില് ആള് സൊങ്കിഹുനോട് പെരുമാറുന്നത് കാണുമ്പോൾ കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ആളാണെന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ ആ ഏജന്റിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുന്ന ടൈമിൽ പുതുതായി കല്യാണം കഴിഞ്ഞ തന്റെ ശിഷ്യനെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി സ്വയം മരണത്തിന് കീഴടങ്ങുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണിക്കുന്നത്. അതായത് കുറച്ചൊക്കെ നന്മ അയാളിലും അവശേഷിക്കുന്നുണ്ട്. ബോസിന്റെ ഈ ഒരു ത്യാഗം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണല്ലോ ബോസിനെ കൊന്നയാളെ കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആളുടെ അസിസ്റ്റന്റ് സൊങ്കിഹുന്റെയും ജുൻഹോയുടെയും കൂടെ ജോയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ഗെയിമില് ഫ്രണ്ട് മാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമിൽ ആള് മനഃപൂർവ്വമാണ് ആ ഒരു സ്പിൻ മിസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് ആള് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ആദ്യത്തെ 3 ട്രയലും ചെയ്യുന്നത്. പക്ഷേ ആളൊരു ലെഫ്റ്റ് ഹാൻഡ് പേഴ്സൺ ആണെന്ന് മുന്നത്തെ കുറച്ച് സീനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തന്റെ ബ്രദർ ആയ ജുൻഹോയെ ആള് ഷൂട്ട് ചെയ്യുന്നതും ഡ്രിങ്ക്സ് അടിക്കുന്നതും ലാസ്റ്റ് എപ്പിസോഡില് സൊങ്കിഹുന്റെ ഫ്രണ്ടിനെ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ്. റൈറ്റ് ഹാൻഡ് ചില സമയത്ത് ഉപയോഗിക്കുന്ന എക്സെപ്ഷണൽ കേസസ് ഉണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്രണ്ട് മാൻ എന്തിന് ആദ്യത്തെ 3 ട്രയലും റൈറ്റ് ഹാൻഡ് കൊണ്ട് ട്രൈ ചെയ്യണം? പിന്നീട് അതായത് ഈ കളിയിൽ ഇവരെ തോൽപ്പിക്കാനാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇവരാണ് മത്സരിക്കുന്നത്. ആൾക്ക് നിഷ്പ്രയാസം ഇവരെ തോൽപ്പിക്കാം. ആളെ ഷൂട്ട് ചെയ്യാതെ മറ്റാരും കാണാതെ എസ്കേപ്പ് ആവും ചെയ്യാം. കാരണം അവിടെ മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും തന്നെയില്ല. എന്നാൽ അതൊന്നും ചെയ്യാതെ 4ാമത്തെ ട്രയല് ആള് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് മത്സരം വിജയിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ആ ഒരു ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു സ്പിരിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കാരണം ഈ ഗെയിമിനോട് ഭയങ്കര ഒബ്സഷൻ ഇവർക്കൊക്കെ തന്നെയുണ്ട്. ഫസ്റ്റ് സീസണിലെ ഈ ഗെയിമിന്റെ ഒക്കെ തന്നെ ക്രിയേറ്റർ ആയ ആ ഓൾഡ് മാനോട് ഫ്രണ്ട് മാൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ആൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഗെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ശരിക്കും നമ്മൾ അനുഭവിക്കണമെന്ന്. അതായത് 2015 വിന്നറായ ഫ്രണ്ട് മാൻ ഈ ഒരു ഗെയിമിൽ വരാൻ കാരണം ആ ഒരു സ്പിരിറ്റ് കുറെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് ട്രൈ ചെയ്യാനും അതുപോലെ സൊങ്കിഹുന്റെ നീക്കങ്ങളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതുപോലെ തന്നെയാണ് ആ ഏജന്റിന്റെ കേസ് എടുത്താലും ആള് സൊങ്കിഹുന്റെ അടുത്ത് വരുന്ന ടൈമിൽ ആ ഒരു തോക്ക് കൊണ്ട് സൊങ്കിഹുനെ നിഷ്പ്രയാസം കൊല്ലാം. എന്നാൽ അങ്ങനെ ശ്രമിക്കാതെ അവിടെ ഒരു ഗെയിമാണ് നടത്തുന്നത്. ആ ഗെയിമിൽ തോൽക്കുന്ന ടൈമിൽ ഒരു കൂസലില്ലാതെയാണ് ഏജന്റ് സ്വയം മരിക്കുന്നത്. അതായത് ഇവരെല്ലാവരും തന്നെ ഈ ഒരു ഗെയിമിൽ ഭയങ്കര ഒബ്സഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് മാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് കൂട്ടാനും VIP-കൾക്ക് ഈ ഒരു ഷോ കാണുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവാനൊക്കെയാണ്. VIP-കളുടെ ആസ്വാദനം കൂട്ടുക എന്നാണല്ലോ ഇവരുടെ ലക്ഷ്യവും.